രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് കറുത്ത കടലിലൂടെ മരണത്തിന്റെ ദൂതുമായി ആ കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരുന്നു. കിങ്സ് ലാൻഡിംഗ് എന്ന വലിയ സാമ്രാജ്യം പിടിച്ചടക്കാൻ സ്റ്റാനിസ് ബെരാത്തിയോന്റെ കൂറ്റൻ കപ്പൽപ്പട തിരമാലകളെ വകഞ്ഞുമാറ്റി മുന്നേറുകയാണ്. കാറ്റിന്റെ ദിശയും വേഗതയും കണക്കുകൂട്ടി ഡാവോസ് സീവർത്ത് കപ്പലിന്റെ ഡെക്കിലൂടെ നടന്നു. കപ്പലിന്റെ താഴത്തെ തട്ടിൽ തണുപ്പും ഭയവും കടിച്ചമർത്തി ആയിരക്കണക്കിന് സൈനികർ ഇരിക്കുന്നു. ചിലർ വിറയ്ക്കുന്നുണ്ട്, ചിലർ കടൽച്ചൊല്ല് കാരണം ഛർദ്ദിക്കുന്നു. എന്നാൽ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരേയൊരു വികാരമേയുള്ളൂ: വരാനിരിക്കുന്ന മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഭയം. ഡാവോസും അദ്ദേഹത്തിന്റെ മകൻ മാത്തോസും കപ്പലിന്റെ മുകൾത്തട്ടിൽ നിൽക്കുകയായിരുന്നു. കാറ്റിന്റെ ഗതി നിരീക്ഷിച്ചുകൊണ്ട് മാത്തോസ് ഡാവോസിനോട് പറഞ്ഞു, വേലിയേറ്റം നമുക്കെതിരാണച്ചാ. പക്ഷേ കടലിനെ നന്നായി അറിയാവുന്ന ഡാവോസ് തിരുത്തി, അതെ, പക്ഷേ കാറ്റ് നമുക്ക് അനുകൂലമാണ്. അത് നമ്മളെ നേരെ കോട്ടവാതിലുകളിൽ എത്തിക്കും എന്ന് ഡാവോസ് പറഞ്ഞു. മാത്തോസ് അല്പം ആവേശത്തോടെ അച്ഛനെ നോക്കി. അച്ഛൻ വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്ന് മാത്തോസ് പറഞ്ഞു. ആ വാക്കുകൾ ഡാവോസിനെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ 20 വർഷമായി കിങ്സ് ലാൻഡിംഗ് എനിക്ക് വീടല്ല മകനെ. രാജകീയ കപ്പൽപ്പടയിൽ നിന്ന് ഒളിച്ചോടാനാണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത്. ഇപ്പോഴിതാ ഞാൻ അവർക്ക് നേരെ തന്നെ കപ്പൽ തിരിക്കുന്നു എന്ന് ഡാവോസ് പറഞ്ഞു. ഇതാണ് യഥാർത്ഥ രാജകീയ കപ്പൽപ്പട. അച്ഛനിപ്പോൾ വെറുമൊരു കള്ളക്കടത്തുകാരനല്ല, ഹൈക്യാപ്റ്റനാണ് എന്ന് മാത്തോസ് അഭിമാനത്തോടെ പറഞ്ഞു. അതുകേട്ട് ഡാവോസ് ഒന്ന് ചിരിച്ചു. സൂര്യനുദിക്കുമ്പോൾ സ്റ്റാനിസ് ഇരുമ്പ് സിംഹാസനത്തിലിരിക്കും. അച്ഛൻ അദ്ദേഹത്തിന്റെ ഹാൻഡ് ഓഫ് ദ കിങ് ആകും എന്ന് മാത്തോസ് ഉറപ്പിച്ചു പറഞ്ഞു. ദൈവങ്ങൾ നല്ലവരാകട്ടെ എന്ന് ഡാവോസ് പ്രാർത്ഥിച്ചു. യുദ്ധത്തിന്റെ ക്രൂരമുഖം കണ്ടിട്ടുള്ള ഡാവോസ് മകനെ ഉപദേശിച്ചു. നമ്മുടെ സൈന്യം അവരുടേതിനേക്കാൾ 5 ഇരട്ടിയുണ്ട്. പക്ഷേ ആ മതിലുകൾ ഇന്നുവരെ ആരും തകർത്തിട്ടില്ല. ആ മതിലുകൾ കാക്കുന്നവർ, അവർ നിന്നെ കാണുമ്പോൾ ഒരു വിമോചകനെ കാണില്ല, മറിച്ച് തങ്ങളുടെ നഗരത്തിന് തീയിടാൻ വന്ന ഒരു അപരിചിതനെയാണ് കാണുക എന്ന് ഡാവോസ് പറഞ്ഞു. പക്ഷെ മാത്തോസിന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. എനിക്ക് ലോർഡ് ഓഫ് ലൈറ്റിൽ വിശ്വാസമുണ്ട്, നമ്മുടെ ലക്ഷ്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, പിന്നെ എന്റെ ക്യാപ്റ്റനിലും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് മാത്തോസ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതേസമയം കിങ്സ് ലാൻഡിംഗിന്റെ ഉള്ളറകളിൽ ഭയം മറ്റൊരു രൂപത്തിൽ പടരുകയായിരുന്നു. ടിറിയൻ ലാനിസ്റ്റർ തന്റെ അന്ത്യം ഭയന്ന് ഷേയുടെ കൂടെ കിടക്കയിലിരിക്കുകയാണ്. പുറത്ത് യുദ്ധം ആസന്നമായി നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഭയവും പ്രണയവും നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്റെ സിംഹമേ എന്ന് ഷേ ചോദിച്ചു. ടിറിയൻ സത്യം മറച്ചുവെച്ചില്ല. നഗരം വീണാൽ സ്റ്റാനിസ് കയ്യിൽ കിട്ടുന്ന ഓരോ ലാനിസ്റ്ററിനെയും ചുട്ടുകൊല്ലും. തീർച്ചയായും എനിക്ക് പേടിയുണ്ട് എന്ന് ടിറിയൻ പറഞ്ഞു. അവരെ നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഷേ അവനെ ആശ്വസിപ്പിച്ചു. ഷേ അവന്റെ മുകളിലേക്ക് കയറിയിരുന്നു. നിനക്ക് എല്ലാത്തിൽ നിന്നും ഇങ്ങനെ കിടക്ക പങ്കിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ടിറിയൻ പറഞ്ഞു. ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടെന്റിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഈ ഭൂമിയിലെ നിങ്ങളുടെ അവസാനത്തെ ദിവസമാണെന്ന് കരുതി നിങ്ങളെ സ്നേഹിക്കാൻ എന്ന് ഷേ പറഞ്ഞു. മരണത്തിന്റെ നിഴലിൽ വെച്ച് അവർ ഗാഢമായി ചുംബിച്ചു. അതിനിടയിൽ റെഡ് കീപ്പിന്റെ സുരക്ഷിതമായ മുറിയിൽ രാജ്ഞി സർസി ലാനിസ്റ്റർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഗ്രാൻഡ് മേസ്റ്റർ പൈസൽ അവളെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നു. രാജ്ഞിക്കറിയാവുന്നതുപോലെ താൻ സേവിക്കുന്ന ഭവനത്തിന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുക മാത്രമല്ല, യുദ്ധസമയത്ത് മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുക എന്നതും ഒരു മേസ്റ്ററുടെ കടമയാണ് എന്ന് പൈസൽ പറഞ്ഞു. സർസിക്ക് അയാളുടെ ഉപദേശങ്ങൾ കേൾക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. പൈസൽ വീണ്ടും പഴയ രാജാക്കന്മാരുടെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ സേഴ്സി തടഞ്ഞു. നിങ്ങൾ എനിക്കായി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സേഴ്സി ചോദിച്ചു. പൈസൽ വിറയ്ക്കുന്ന കൈകളോടെ ഒരു ചെറിയ കുപ്പി പുറത്തെടുത്തു. എസൻസ് ഓഫ് നൈറ്റ്ഷെയ്ഡ്. അത് ഗുണകരമാകുന്നതുപോലെ തന്നെ അപകടകരവുമാണ്. ഒരു തുള്ളി വീഞ്ഞിൽ ചേർത്താൽ അസ്വസ്ഥമായ ഞരമ്പുകളെ ശാന്തമാക്കും. 3 തുള്ളി ഗാഢമായ സ്വപ്നങ്ങളില്ലാത്ത ഉറക്കം നൽകും. എന്നാൽ 10 തുള്ളിയായാൽ... പൈസൽ നിർത്തി. 10 തുള്ളി എന്തു ചെയ്യുമെന്ന് എനിക്കറിയാം എന്ന് സേഴ്സി തണുത്ത സ്വരത്തിൽ പറഞ്ഞു. അത് മരണത്തിനുള്ള മരുന്നാണെന്ന് അവൾക്കറിയാമായിരുന്നു. രാജ്ഞി, ഞാൻ ചോദിച്ചോട്ടെ എന്ന് പൈസൽ തുടങ്ങിയപ്പോൾ, പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടാകും. ധീരരായ പല പുരുഷന്മാർക്കും ഉടൻ നിങ്ങളുടെ വിവേകം ആവശ്യമായി വരും എന്ന് സേഴ്സി പറഞ്ഞു. പൈസൽ പോകുന്നതിനിടയിൽ, പടികളിൽ സൂക്ഷിക്കണം ഗ്രാൻഡ് മേസ്റ്റർ. ഒരുപാട് പടികളുണ്ട് എന്ന് സേഴ്സി മുന്നറിയിപ്പ് നൽകി. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന ഭീഷണി പൈസലിന് മനസ്സിലായി. നഗരത്തിലെ ഒരു ബാറിൽ യുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള പിരിമുറുക്കം മാറ്റാൻ സൈനികർ മദ്യപിക്കുകയാണ്. ബ്രോണും മറ്റ് ലാനിസ്റ്റർ സൈനികരും അവിടെയുണ്ട്. റെയിൻസ് ഓഫ് കാസ്റ്റമിയർ എന്ന ലാനിസ്റ്റർ ഗാനം അവർ ഉറക്കെ പാടുന്നു. ആൺകുട്ടികൾക്ക് വേണ്ടി എന്ന് ബ്രോൺ ഗ്ലാസ് ഉയർത്തി. ഒരു സൈനികൻ ചോദിച്ചു, നിനക്കെവിടുന്ന ലാനിസ്റ്റർ പാട്ട് അറിയാവുന്നത്? ലാനിസ്റ്റർമാരിൽ നിന്ന് ബ്രോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെയുള്ള ഒരു വേശ്യ ബ്രോണിന്റെ മൂക്കിനെ പുകഴ്ത്തി. എങ്ങനെയാണ് മൂക്കൊടിഞ്ഞതെന്ന് അവൾ ചോദിച്ചു. ബ്രോൺ തന്റെ പഴയ അടിപിടി കഥകൾ പറയാൻ തുടങ്ങി. 5 വയസ്സുള്ളപ്പോൾ അമ്മ അടിച്ചതും 9 വയസ്സുള്ളപ്പോൾ മുതിർന്ന കുട്ടികളുമായി തല്ലുകൂടിയതും അവൻ വിവരിച്ചു.
മൂന്നാം തവണത്തെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അവന്റെ ശ്രദ്ധ മാറി. അവിടേക്ക് ഭീമാകാരനായ സാന്റോർ ക്ലിഗെയിൻ, അതായത് ദ ഹൗണ്ട്, കടന്നുവന്നു. അന്തരീക്ഷം പെട്ടെന്ന് മാറി. പാട്ടും ബഹളവും നിലച്ചു. ബ്രോൺ സ്വാഗതം ചെയ്തെങ്കിലും ഹൗണ്ട് ഗൗരവത്തോടെ നിന്നു. ബ്രോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നല്ല ചൂടുണ്ട്, സുന്ദരികളായ സ്ത്രീകളും നല്ല മദ്യവുമുണ്ട്. പക്ഷേ നിനക്ക് വേണ്ടത് ഞങ്ങളിലൊരാളെ തണുത്ത മണ്ണിൽ കുഴിച്ചുമൂടാനാണ്. അതുകേട്ട ഹൗണ്ട് ബ്രോണിന്റെ അടുത്തേക്ക് നടന്നു. മണ്ണിൽ സ്ത്രീകളുണ്ട്. ഞാൻ കുറേപ്പേരെ അവിടെ ഇട്ടിട്ടുമുണ്ട്. ബ്രോൺ പെട്ടെന്നെഴുന്നേറ്റു. കൈകൾ കഠാരയിലേക്ക് നീണ്ടു. 2 കൊലയാളികൾ മുഖാമുഖം നിന്നു. അപ്പോഴാണ് നഗരത്തിലെ പള്ളിമണികൾ മുഴങ്ങിയത്. അത് യുദ്ധത്തിന്റെ വരവറിയിച്ചു. ഹൗണ്ട് പിന്മാറി. ഇരുവരും പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തു. ടിറിയന്റെ മുറിയിൽ പോഡ്രിക് അവനെ കവചമണിയിക്കുന്നു. വാരിസ് അവിടേക്ക് വന്നു. ജനലിന് പുറത്തു മുഴങ്ങുന്ന മണികൾ കേട്ട് വാരിസ് പറഞ്ഞു, മണികളെ എനിക്കെന്നും വെറുപ്പാണ്. അവ മുഴങ്ങുന്നത് ഭീകരതയ്ക്കു വേണ്ടിയാണ്. വാരിസ് നഗരത്തിന്റെ ഭൂപടം നിവർത്തി. ടാർഗേറിയൻ രാജാക്കന്മാർ നിർമ്മിച്ച നഗരത്തിനടിയിലെ തുരങ്കങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. ഞാൻ രക്ഷപ്പെടുന്നില്ല വാരിസ്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. ഞാനാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ. കപ്പൽ മുങ്ങിയാൽ ഞാനും അതിനൊപ്പം മുങ്ങും എന്ന് ടിറിയൻ പറഞ്ഞു. അത് കേൾക്കാൻ നല്ലതാണ്. സ്റ്റാനിസ് ബരാത്തിയോൺ ഒരു ചുവന്ന മന്ത്രവാദിനിയെ കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് എന്റെ ചെറിയ കിളികൾ പറയുന്നു എന്ന് വാരിസ് പറഞ്ഞു. അതിനെന്താ എന്ന് ടിറിയൻ ചോദിച്ചു. നിങ്ങൾക്ക് പഴയ ശക്തികളിൽ വിശ്വാസമില്ലേ? രക്തമന്ത്രങ്ങൾ, ശാപങ്ങൾ എന്ന് വാരിസ് ചോദിച്ചു. ടിറിയൻ അത് തമാശയായി തള്ളി. വാരിസ് ഗൗരവത്തോടെ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുന്നതിലാണ് നിനക്ക് വിശ്വാസം എന്ന് എനിക്കറിയാം. എന്നെപ്പോലും നിനക്ക് പൂർണ്ണ വിശ്വാസമില്ല. ഇരുണ്ട ശക്തികളാണ് സ്റ്റാനിസിനെ നമ്മുടെ വാതിൽപ്പടി വരെ എത്തിച്ചത്. അത്തരം ശക്തികളെ സേവിക്കുന്ന ഒരാൾ സിംഹാസനത്തിലിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇന്ന് രാത്രി അവനെ തടയാൻ കഴിയുന്ന ഒരേയൊരു മനുഷ്യൻ നിങ്ങളാണ്. വാരിസിന്റെ വാക്കുകളിൽ ടിറിയനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പോഡ്രിക് ടിറിയന്റെ കയ്യിൽ യുദ്ധത്തിനുള്ള കോടാലി വെച്ചുകൊടുത്തു. കടലിൽ സ്റ്റാനിസിന്റെ കപ്പലിൽ മണികളുടെ ശബ്ദം കേട്ടു. അവർ പുതിയ രാജാവിനെ സ്വാഗതം ചെയ്യുകയാണ് എന്ന് മാത്തോസ് പറഞ്ഞു. ഡാവോസ് തലകുലുക്കി. കീഴടങ്ങാൻ മണിമുഴക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് സംഗീതം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഡ്രംസ് എന്ന് ഡാവോസ് ആജ്ഞാപിച്ചു. സ്റ്റാനിസിന്റെ കപ്പലുകൾ വൻ യുദ്ധഭേരി മുഴങ്ങി. സൈനികർ തയ്യാറെടുത്തു. സ്റ്റാനിസ് ഒരു കല്ലുപോലെ ഉറച്ചുനിന്ന് തന്റെ ലക്ഷ്യത്തിലേക്ക് നോക്കി. മതിലുകൾക്ക് മുകളിൽ ടിറിയനും ബ്രോണും തയ്യാറായി നിൽക്കുന്നു. സ്റ്റാനിസിന്റെ കപ്പലുകൾ വരുന്നത് അവർ കണ്ടു. കപ്പലുകൾ ഉൾക്കടലിലേക്ക് കടക്കുന്നതുവരെ കാത്തിരിക്കണം എന്ന് ടിറിയൻ ഓർമ്മിപ്പിച്ചു. നിനക്കത് ഉപയോഗിക്കാൻ അറിയാമോ എന്ന് കോടാലി ചൂണ്ടി ബ്രോൺ ചോദിച്ചു. ഞാനൊരിക്കൽ വിറക് വെട്ടിയിട്ടുണ്ട്. അല്ല, എന്റെ ചേട്ടൻ വെട്ടുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ടിറിയൻ പറഞ്ഞു. അവർ കൈകൾ കോർത്തുപിടിച്ചു. മരിക്കരുത് എന്ന് ബ്രോൺ പറഞ്ഞു. നീയും എന്റെ സുഹൃത്തെ എന്ന് ടിറിയൻ പറഞ്ഞു. ഓ, നമ്മൾ സുഹൃത്തുക്കളായോ എന്ന് ബ്രോൺ ചോദിച്ചു. തീർച്ചയായും. ഞാൻ കാശ് തരുന്നുണ്ടെന്ന് കരുതി നമ്മുടെ സൗഹൃദം കുറയുന്നില്ലല്ലോ എന്ന് ടിറിയൻ പറഞ്ഞു. സാൻസയും ഷേയും അവിടേക്ക് വന്നു. ജോഫ്രി സാൻസയെ കാണാൻ വിളിപ്പിച്ചു. ജോഫ്രി തന്റെ പുതിയ വാൾഹാർട്ട് ഈറ്റർ സാൻസയെ കാണിച്ചു. നീ അതിൽ ചുംബിക്കണം എന്ന് ജോഫ്രി ആജ്ഞാപിച്ചു. സാൻസ ഭയത്തോടെ ആ വാളിൽ ചുംബിച്ചു. ഞാൻ തിരിച്ചുവരുമ്പോൾ എന്റെ അമ്മാവന്റെ ചോര രുചിക്കാൻ നീ അതിൽ വീണ്ടും ചുംബിക്കും എന്ന് ജോഫ്രി ക്രൂരമായി പറഞ്ഞു. സാൻസ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, നിങ്ങൾ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുമോ? ജോഫ്രി പുച്ഛത്തോടെ പറഞ്ഞു, മണ്ടത്തരം പറയരുത്. രാജാവ് യുദ്ധതന്ത്രങ്ങൾ പെണ്ണുങ്ങളുമായി ചർച്ച ചെയ്യില്ല. സാൻസ തന്ത്രപൂർവ്വം പറഞ്ഞു, നിങ്ങൾ മുൻനിരയിലുണ്ടാകും എന്ന് എനിക്കുറപ്പാണ്. എന്റെ സഹോദരൻ റോബ് എപ്പോഴും യുദ്ധം നടക്കുന്നിടത്താണ് ഉണ്ടാകാറുള്ളത്. അതുകേട്ട ജോഫ്രിക്ക് ദേഷ്യം വന്നു. നിന്റെ സഹോദരന്റെ അവസരം വരും. അപ്പോൾ അവന്റെ ചോരയും നീ നക്കും എന്ന് പറഞ്ഞ് ജോഫ്രി പോയി. ജോഫ്രി പോയിക്കഴിഞ്ഞപ്പോൾ ദുഷ്ടനെ ദൈവം പനപോലെ വളർത്തും എന്ന് സാൻസ ഷേയോട് പറഞ്ഞു. മതിലിനു മുകളിൽ ജോഫ്രിയും ലാൻസലും ടിറിയനും നിൽക്കുന്നു. അവർ കടലിലേക്ക് നോക്കി. നമ്മുടെ കപ്പൽപ്പട എവിടെ എന്ന് ലാൻസൽ ചോദിച്ചു. രാജാവിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഹാൻഡിനോട് ജോഫ്രി പറഞ്ഞു. ഹൗണ്ട് ടിറിയനോട് പറഞ്ഞു, രാജാവ് നിന്നോടാണ് ചോദിച്ചത്. സർ ലാൻസൽ, ഹാൻഡ് വളരെ തിരക്കിലാണെന്ന് രാജാവിനോട് പറയാൻ ഹൗണ്ടിനോട് പറയൂ എന്ന് ടിറിയൻ തിരിച്ചടിച്ചു. നിന്നെ വെട്ടാൻ ഹൗണ്ടിനോട് പറഞ്ഞാൽ അവനത് ചെയ്യും എന്ന് ജോഫ്രി ഭീഷണിപ്പെടുത്തി. ടിറിയൻ ജോഫ്രിയെ നോക്കി ശാന്തമായി പറഞ്ഞു, എന്നെ പാതിയായി വെട്ടിയാൽ ഞാൻ ക്വാർട്ടർമാനാകും. സിഗ്നൽ കൊടുക്കാൻ എനിക്ക് കഴിയില്ല. സിഗ്നലില്ലെങ്കിൽ പ്ലാനില്ല. പ്ലാനില്ലെങ്കിൽ സ്റ്റാനിസ് നിന്റെ തല വെട്ടി ഗേറ്റിനു മുകളിൽ വയ്ക്കും. എന്റെ തലയും അവിടെയുണ്ടാകും. എന്റെ തല എനിക്ക് വലിയ ഇഷ്ടമല്ലെങ്കിലും ഇപ്പോഴേ അത് നഷ്ടപ്പെടാൻ എനിക്ക് താൽപ്പര്യമില്ല. കടലിൽ ലാനിസ്റ്റർ കപ്പലുകളെ കാണാത്തത് ഡാവോസിനെ ആശയക്കുഴപ്പത്തിലാക്കി. ഇരുട്ടത്ത് ആക്രമിച്ചത് ബുദ്ധിയായി. നമ്മൾ അവരെ ഞെട്ടിച്ചു എന്ന് മാത്തോസ് പറഞ്ഞു. പക്ഷേ ഡാവോസിനത് വിശ്വസിക്കാനായില്ല. വാരിസിനെപ്പോലൊരു ചാരനുള്ളപ്പോൾ ഇങ്ങനെയൊരു പിഴവ് സംഭവിക്കില്ലെന്ന് ഡാവോസിനറിയാം.
റെഡ് കീപ്പിൽ മെയ്ഗോർസ് ഹോൾഡ് ഫാസ്റ്റ് എന്ന സുരക്ഷിത സങ്കേതത്തിൽ സെർസി സാൻസയെയും മറ്റ് സ്ത്രീകളെയും മദ്യം കുടിപ്പിക്കുന്നു. പുരുഷന്മാർ അവിടെ ചോര ചിന്തുമ്പോൾ നമ്മളിവിടെ ചോര ചിന്തും എന്ന് സെർസി പറഞ്ഞു. ഇലിൻ പെയിൻ എന്ന ആരാച്ചാർ അവിടെ നിൽക്കുന്നത് സാൻസ ശ്രദ്ധിച്ചു. അദ്ദേഹം എന്തിനാണിവിടെ നിൽക്കുന്നത് എന്ന് സാൻസ ചോദിച്ചു. നമ്മളെ സംരക്ഷിക്കാൻ എന്ന് സെർസി കള്ളം പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ നഗരം വീണാൽ സ്റ്റാനിസിന് സ്ത്രീകളെ വിട്ടുകൊടുക്കാതെ അവരെ കൊല്ലാനാണ് ഇലിൻ പെയിൻ നിൽക്കുന്നതെന്ന് സെർസിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ജനങ്ങൾ നമ്മളെ ഭയപ്പെടണം എന്ന് സെർസി സാൻസയെ പഠിപ്പിച്ചു. തുറമുഖത്ത് ഇരുട്ടിൽ നിന്ന് ഒരൊറ്റ കപ്പൽ മാത്രം വരുന്നത് ജോഫ്രി കണ്ടു. ഒരേയൊരു കപ്പലോ? ബാക്കിയുള്ളവയെവിടെ എന്ന് അവൻ അലറി. ഡാവോസും ആ കപ്പൽ കണ്ടു. അതിൽ കൊടിയില്ല, പായയില്ല, ആളുകളില്ല. അതൊരു പ്രേതകപ്പൽ പോലെ ഒഴുകിവരികയാണ്. കപ്പലിന്റെ പിന്നിൽ നിന്ന് തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ദ്രാവകം കടലിലേക്ക് ഒഴുകുന്നത് ഡാവോസ് കണ്ടു. വായുവിൽ വിചിത്രമായൊരു ഗന്ധം പടർന്നു. വൈൽഡ് ഫയർ! മാറിപ്പോകൂ, കപ്പൽ തിരിക്കൂ എന്ന് ഡാവോസ് അലറി. പക്ഷേ വൈകിപ്പോയിരുന്നു. സ്റ്റാനിസിന്റെ കപ്പലുകൾ കുടുങ്ങിപ്പോയി. മതിലിനു മുകളിൽ ടിറിയൻ ഒരു പന്തം മതിലിന് താഴേക്കെറിഞ്ഞു. അത് കണ്ട ബ്രോൺ തന്റെ അമ്പിൽ തീ കൊളുത്തി ആകാശത്തേക്കെയ്തു. കത്തുന്ന അമ്പുവായുവിൽ ഒരു വളവ് വരച്ച് ഇരുട്ടിനെ കീറിമുറിച്ച് കൃത്യമായി വെള്ളത്തിൽ ഒഴുകിപ്പരുന്ന വൈൽഡ് ഫയറിലേക്ക് പതിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദത. സമുദ്രം പച്ച നിറത്തിലുള്ള നരകത്തീയായി മാറി. ആകാശം മുട്ടെ ഉയർന്ന പച്ചത്തീ ജ്വാലകൾ. സ്റ്റാനിസിന്റെ കപ്പലുകൾ ചിതറിത്തെറിച്ചു. മരവും ഇരുമ്പും മനുഷ്യരും ആ തീയിൽ വെന്തുരുകി. ഡാവോസിന്റെ കപ്പൽ തകർന്നു. മാത്തോസ് ആ പച്ചത്തീയിൽ അപ്രത്യക്ഷനായി. സ്റ്റാനിസ് ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചുപോയി. കടലിലെ വെള്ളം പോലും കത്തുകയായിരുന്നു. നിലവിളികൾ സ്ഫോടന ശബ്ദത്തിൽ മുങ്ങിപ്പോയി. മതിലിനു മുകളിൽ ജോഫ്രി കണ്ണുപൊത്തി. പൈറോമാൻസർ ചിരിച്ചു. എന്നാൽ ടിറിയന്റെ മുഖത്ത് ഭീതിയായിരുന്നു. താൻ വരുത്തിവെച്ച നാശം കണ്ട് അവൻ നടുങ്ങി. പക്ഷെ സ്റ്റാനിസ് വിട്ടുകൊടുത്തില്ല. പകുതി കപ്പലുകളും നശിച്ചെങ്കിലും ബാക്കിയുള്ളവയുമായി അവൻ മുന്നോട്ട് തന്നെ പോയി. കപ്പലുകൾ അടുപ്പിക്കൂ എന്ന് അവൻ ആജ്ഞാപിച്ചു. നമ്മൾ മതിലിൽ നിന്ന് വളരെ അകലെയാണ്. 100 ആളുകൾ മരിക്കും എന്ന് സൈനികൻ പറഞ്ഞു. 1000 മരിക്കും എന്ന് സ്റ്റാനിസ് തിരുത്തി. എന്റെ കൂടെ വരൂ, ഈ നഗരം നമുക്ക് പിടിച്ചെടുക്കാം എന്ന് ആക്രോശിച്ചുകൊണ്ട് സ്റ്റാനിസ് ആദ്യം വെള്ളത്തിലേക്ക് ചാടി. അവന്റെ സൈന്യം ആവേശത്തോടെ പിന്നാലെ ചാടി. സെർസി സാൻസയോട് ദൈവങ്ങളെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും സംസാരിച്ചു. മദ്യം അവളെ കൂടുതൽ ക്രൂരയാക്കിയിരുന്നു. ഒരു നഗരം പിടിച്ചടക്കിയാൽ എന്തു സംഭവിക്കുമെന്ന് നിനക്കറിയാമോ? ഈ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടും. നിന്നെപ്പോലൊരു സുന്ദരി അവർക്ക് നല്ലൊരു വിരുന്നായിരിക്കും. അവർ നിന്നെ പിച്ചു ചീന്തും എന്ന് സെർസി സാൻസയെ ഭയപ്പെടുത്തി. സാൻസ ഭയന്നു വിറച്ച് മദ്യം കുടിച്ചു. നീ നിന്റെ കാലുകൾക്കിടയിലുള്ള ആയുധം ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് സെർസി ഉപദേശിച്ചു. തീരത്ത് സ്റ്റാനിസിന്റെ സൈന്യം വള്ളങ്ങളിൽ നിന്ന് കരയിലേക്ക് കുതിച്ചു. അവർ വരുന്നു എന്ന് ജോഫ്രി വിളിച്ചു പറഞ്ഞു. അവർക്കുമേൽ തീമഴ പെയ്യിക്കൂ എന്ന് ടിറിയൻ ആജ്ഞാപിച്ചു. ലാനിസ്റ്റർ വില്ലാളികൾ അമ്പെയ്തു. ഹൗണ്ട്, കരയിൽ കാലുകുത്തുന്ന ഓരോ ബെരാത്തിയോൺ പട്ടാളക്കാരനെയും നേരിടാൻ ഒരു വെൽക്കം പാർട്ടി കൊടുക്കൂ എന്ന് ടിറിയൻ പറഞ്ഞു. ഗേറ്റിനു പുറത്ത് ഹൗണ്ടും ലാൻസലും സ്റ്റാനിസിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി. ചോരയും മാംസവും ചിതറി. എന്റെ വാളിൽ മരിക്കാത്തവന്റെ മൃതദേഹം ഞാൻ എന്ന് പറഞ്ഞ് ഹൗണ്ട് വെട്ടിവീഴ്ത്തി. ലാൻസലിന് അമ്പേറ്റു. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. സ്റ്റാനിസ് സൈന്യത്തെ മുന്നോട്ട് നയിച്ചു. മഡ്ഗേറ്റിലേക്ക് പോകൂ എന്ന് അവൻ അലറി. മതിലുകൾക്ക് മുകളിൽ നിന്ന് ലാനിസ്റ്റർ സൈന്യം കല്ലുകളും എണ്ണയും ഒഴിച്ചു. സ്റ്റാനിസിന്റെ സൈനികരുടെ തലകൾ തകർന്നു. പരിക്കേറ്റ ലാൻസൽ സെർസിയുടെ അടുത്തേക്ക് ഓടിയെത്തി. യുദ്ധം തോൽക്കുകയാണ്. സ്റ്റാനിസ് ഗേറ്റിന് മുന്നിലെത്തി എന്ന് അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ജോഫ്രി എവിടെ എന്ന് സെർസി ചോദിച്ചു. അവൻ മതിലിനു മുകളിലുണ്ട് എന്ന് ലാൻസൽ പറഞ്ഞു. അവനെ ഉടനെ അകത്തേക്ക് കൊണ്ടുവരൂ എന്ന് സെർസി ആജ്ഞാപിച്ചു. അത് സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തും. അവൻ അവിടെ നിൽക്കണം എന്ന് ലാൻസൽ പറഞ്ഞു. സെർസിക്ക് ദേഷ്യം വന്നു. ഇപ്പോൾ അവനെ കൊണ്ടുവരൂ എന്നവൾ അലറി. യുദ്ധക്കളത്തിൽ ഹൗണ്ടിന്റെ മുന്നിലേക്ക് കത്തുന്ന ഒരു മനുഷ്യൻ ഓടിവന്നു. തീ കണ്ടതോടെ ഹൗണ്ട് മരവിച്ചുപോയി. അവന്റെ കുട്ടിക്കാലത്ത് സഹോദരൻ മുഖം തീയിലിട്ടതിന്റെ ഓർമ്മകൾ അവനെ വേട്ടയാടി. ബ്രോൺ ആ മനുഷ്യനെ കൊന്നെങ്കിലും ഹൗണ്ട് ആകെ തകർന്നുപോയിരുന്നു. അവൻ യുദ്ധമുപേക്ഷിച്ച് തിരികെ നടന്നു. മതിലിന് പിന്നിൽ ടിറിയൻ ഹൗണ്ടിനെ കണ്ടു. നീ മതിൽ മാറിപ്പോയി, തിരിച്ചുപോകൂ എന്ന് ടിറിയൻ പറഞ്ഞു. എന്റെ പകുതി ആളുകളും മരിച്ചു. ആ വെള്ളം മുഴുവൻ തീയാണ് എന്ന് ഹൗണ്ട് പറഞ്ഞു. തിരിച്ചുപോയി യുദ്ധം ചെയ്യാൻ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന് ജോഫ്രി പറഞ്ഞു. ഹൗണ്ട് ജോഫ്രിയെ രൂക്ഷമായി നോക്കി. ഫക്ക് ദ കിങ്സ് ഗാർഡ്, ഫക്ക് ദ സിറ്റി, ഫക്ക് ദ കിങ് എന്ന് പറഞ്ഞ് ഹൗണ്ട് നടന്നു നീങ്ങി.
ഇതേസമയം ലാൻസൽ വന്ന് അമ്മ വിളിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഭീരുവായ ജോഫ്രി സന്തോഷത്തോടെ യുദ്ധക്കളം വിട്ടുപോയി. രാജാവ് പോകുന്നത് കണ്ട സൈനികർ ആശയക്കുഴപ്പത്തിലായി. രാജാവ് എവിടെ? നമ്മളെ ആര് നയിക്കും എന്ന് സൈനികർ ചോദിക്കാൻ തുടങ്ങി. ഗേറ്റ് തകരാൻ പോകുന്നു. എല്ലാവരും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അവിടെ ടിറിയൻ മുന്നോട്ട് വന്നു. അവൻ ഒരു ഹീറോയെപ്പോലെയല്ല, മറിച്ച് ഒരു പോരാളിയെപ്പോലെ സംസാരിച്ചു. ഞാൻ ആക്രമണത്തെ നയിക്കാം എന്ന് അവൻ പറഞ്ഞു. സൈനികർ ചിരിച്ചു. പുറത്തുപോകാനുള്ള ഏക വഴി ഗേറ്റിലൂടെയാണ്. അവിടെ അവർ കാത്തിരിക്കുന്നു എന്ന് സൈനികൻ പറഞ്ഞു. വേറെയും വഴിയുണ്ട്, ഞാൻ കാണിച്ചുതരാം. നമ്മൾ പിന്നിലൂടെ ചെന്ന് അവരെ ആക്രമിക്കും എന്ന് ടിറിയൻ പറഞ്ഞു. നിങ്ങളുടെ രാജാവിനോ രാജ്യത്തിനോ മാനത്തിനോ സമ്പത്തിനോ വേണ്ടിയല്ല നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. കാരണം അതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇത് നിങ്ങളുടെ നഗരമാണ്. സ്റ്റാനിസ് വരുന്നത് നിങ്ങളുടെ വീടുകൾ കത്തിക്കാനും നിങ്ങളുടെ സ്വർണം മോഷ്ടിക്കാനും നിങ്ങളുടെ സ്ത്രീകളെ ഉപദ്രവിക്കാനുമാണ്. നമ്മുടെ വാതിലിൽ മുട്ടുന്നത് ധീരരായ മനുഷ്യരാണ്. വാ, നമുക്ക് പോയി അവരെ കൊല്ലാം എന്ന് ടിറിയൻ അലറി. ടിറിയന്റെ വാക്കുകൾ സൈനികരിൽ ആവേശം നിറച്ചു. അതേസമയം റെഡ് കീപ്പിൽ സർസി പോയതോടെ സാൻസ മുറിയിലേക്ക് ഓടി. അവിടെ അവളെ കാത്ത് ഇരുട്ടിൽ ഹൗണ്ടിരിപ്പുണ്ടായിരുന്നു. സാൻസ ഭയന്നുപോയി. ഞാൻ പോകുകയാണ് വിന്റർഫെല്ലിലേക്ക്. നിനക്ക് വീട്ടിൽ പോകണോ? ഞാൻ നിന്നെ കൊണ്ടുപോകാം. നിന്നെ ഞാൻ സംരക്ഷിക്കാം എന്ന് ഹൗണ്ട് പറഞ്ഞു. എനിക്കിവിടെ സുരക്ഷിതമാണ് എന്ന് സാൻസ പറഞ്ഞു. ഹൗണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ ഒരിടത്തും സുരക്ഷിതമല്ല. സ്റ്റാനിസ് ഒരു കൊലയാളിയാണ്. ലാനിസ്റ്റർമാർ കൊലയാളികളാണ്. നിന്റെ അച്ഛൻ കൊലയാളിയായിരുന്നു. നിന്റെ സഹോദരൻ കൊലയാളിയാണ്. ലോകം നിർമ്മിച്ചിരിക്കുന്നത് കൊലയാളികളാണ്. അവരെ നോക്കി ശീലിച്ചോ എന്ന് ഹൗണ്ട് പറഞ്ഞു. അവൻ സാൻസയെ ഉപദ്രവിക്കാതെ വാതിൽ തുറന്ന് ഇരുട്ടിലേക്ക് നടന്നുപോയി. പുറത്ത് സ്റ്റാനിസിന്റെ സൈന്യം വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ടിറിയനും സംഘവും തുരങ്കത്തിലൂടെ വന്ന് പിന്നിലൂടെ അവരെ ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ സ്റ്റാനിസിന്റെ സൈന്യം പതറി. ലാനിസ്റ്റർ സൈന്യം ആവേശത്തോടെ പൊരുതി. ടിറിയൻ വീരനെപ്പോലെ പൊരുതി. പക്ഷേ സ്റ്റാനിസിന്റെ കൂടുതൽ സൈന്യം എത്തിച്ചേർന്നു. ഓ ഫക്ക് മീ എന്ന് ടിറിയൻ പറഞ്ഞു. യുദ്ധം വീണ്ടും കടുപ്പമായി. ടിറിയൻ ഒരു സൈനികനുമായി ഏറ്റുമുട്ടി. പെട്ടെന്ന് സ്വന്തം സൈന്യത്തിലെ കിങ്സ് ഗാർഡായ സർ മാൻഡൻ മൂർ ടിറിയനെ ആക്രമിച്ചു. അയാളുടെ വാൾ ടിറിയന്റെ മുഖത്ത് ആഴത്തിൽ വെട്ടി. ടിറിയൻ വീണു. മാൻഡൻ മൂർ അവനെ കൊല്ലാൻ തുനിഞ്ഞപ്പോൾ പോഡ്രിക് ഒരു കുന്തവുമായി വന്ന് മാൻഡൻ മൂറിനെ കൊന്നു. ടിറിയൻ ചോരയിൽ കുളിച്ച് ബോധം കെട്ടു. സിംഹാസനമുറിയിൽ എല്ലാം അവസാനിച്ചുവെന്ന് കരുതി സെർസി മകൻ ടോമനുമായി ഇരുമ്പ് സിംഹാസനത്തിലിരിക്കുകയാണ്. പുറത്ത് യുദ്ധം അവസാനിച്ചതിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. അവൾ ടോമന് സിംഹങ്ങളുടെയും മാനുകളുടെയും കഥ പറഞ്ഞുകൊടുത്തു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സുരക്ഷിതനാക്കും. വേദനയുണ്ടാവില്ല എന്ന് പറഞ്ഞ് സെർസി വിഷം ടോമന്റെ ചുണ്ടോടടുപ്പിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നു. സെർസി ഞെട്ടി. പടയാളികൾ അകത്തേക്ക് കടന്നു. അത് സ്റ്റാനിസിന്റെ ആളുകളായിരുന്നില്ല. ലൊറാസ് ടൈറലും സൈന്യവും കടന്നുവന്നു. പിന്നാലെ സ്റ്റൈവിൻ ലാനിസ്റ്റർ കുതിരപ്പുറത്ത് കയറി വന്നു. സെർസി വിഷക്കുപ്പി താഴെയിട്ടു. അത് നിലത്തു വീണ് പൊട്ടിത്തെറിച്ചു. യുദ്ധം കഴിഞ്ഞു. നമ്മൾ ജയിച്ചുവെന്ന് ടൈവിൻ ഗൗരവത്തോടെ പറഞ്ഞു. യുദ്ധക്കളത്തിൽ സ്റ്റാനിസിനെ സ്വന്തം സൈനികർ ബലം പ്രയോഗിച്ച് വലിച്ചുകൊണ്ടുപോയി. എന്നാൽ പുറത്ത് കത്തുന്ന കടൽ തീരത്ത് യഥാർത്ഥത്തിൽ ആ നഗരം രക്ഷിച്ച ടിറിയൻ സ്വന്തം മുഖം വികൃതമായി ആരും തിരിഞ്ഞുനോക്കാനില്ലാതെ രക്തത്തിൽ കുളിച്ചുകിടന്നു. ചരിത്രം എപ്പോഴും വിജയികളെയാണ് വാഴ്ത്താറുള്ളത്. അവിടെ പാതി മനുഷ്യന്റെ ത്യാഗത്തിന് സ്ഥാനമില്ലായിരുന്നു. ബ്ലാക്ക് വാട്ടറിലെ യുദ്ധം അവസാനിച്ചു. പക്ഷേ ആ പച്ചത്തീജ്വാലകൾ അവശേഷിപ്പിച്ചത് മായാത്ത മുറിവുകളും വരാനിരിക്കുന്ന പകയുടെ കനലുകളുമാണ്. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.